സൂചേട്ടൻ ഡെത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങും തീരത്തില്ല. എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. എനിക്കും ഉണ്ട് പറയാൻ ഇനിയും, മനസ്സിലായോ? എനിക്കും ഉണ്ട് പറയാൻ. തന്നെ പറഞ്ഞാൽ എൻ്റെ കരച്ചിൽ നാടകീയതയാണെന്നല്ലേ? കൊള്ളാം, എൻ്റെ കരച്ചിൽ നാടകീയതയാണെന്ന് താൻ പറഞ്ഞല്ലോ. ഇനി എൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാ എനിക്കറിയാം ബാക്കി എന്തൊക്കെയാണ് പറയേണ്ടെന്ന്. തന്നോട് മാത്രമുള്ള വാണിംഗ് ആണിത്, ഫിറോസ് KHDCയോട്. തന്നോട് ഒന്നിനും ഞാൻ വരുന്നില്ല. താൻ എൻ്റെ പേരിലും ഇനി സംസാരിക്കണ്ട, കേട്ടല്ലോ? എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പം രേണു വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കിച്ചു കിച്ചു ഒറ്റൊരു വീഡിയോ ചെയ്തുള്ളൂ, പക്ഷെ രേണു ദിവസവും വെളുപ്പിക്കലായിട്ട് പല വീഡിയോകൾ. പിന്നെ രേണുവിൻ്റെ കൂട്ടുകാരും ഇറങ്ങിയിട്ടുണ്ട്, പല കാര്യങ്ങളും പറയും. പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ പലതും തെറ്റുകൾ സംഭവിക്കാറുണ്ട്. നമ്മൾ ഈ സത്യങ്ങൾ എത്ര മറച്ചു വെച്ച് അത് നോണ അതിൻ്റെ പുറത്ത് കൊണ്ടുവരാൻ നോക്കിയാലുണ്ടല്ലോ, ആ നോണ പറയുന്ന കൂടെ തന്നെ ചിലപ്പോൾ സത്യങ്ങൾ അറിയാതെ പുറത്ത് വരും. അതാണ് രേണുവിനാണെങ്കിലും രേണുവിൻ്റെ കൂട്ടുകാർക്കാണെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെന്നാലും ഭയങ്കര വെളുപ്പിച്ചോട്ടെ, കുഴപ്പമില്ല. രേണു സൈഡ് നിൽക്കുന്നതിനൊന്നും ഞാനൊന്നും പറയുന്നില്ല, കാര്യം അവർ നിന്നോട്ടെ. പക്ഷെ നമ്മൾ കേൾക്കുന്ന ഒരു പൊട്ടരാന്ന് മാത്രം വിചാരിക്കരുത്. പിന്നെ അതിനും ഒരു കാര്യം പറഞ്ഞോട്ടെ, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഈ വീഡിയോ കാണണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയേ പോകാം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ വന്ന് എന്നേലും ഒരു കമൻറ്റ് ഇടുന്നതിന് ആരോ ഒരാൾ വന്ന് കമൻറ്റ് ഇട്ട്, ഞാൻ ഇതിനകത്ത് ഏതാണ്ട് ഒരു കമൻറ്റാണ് ഞാൻ ഇട്ടിട്ട്, ഞാനൊരു ചെറിയൊരു വാക്കേ ഇട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ മൊത്തം അവരെടുത്തിട്ട് അലക്കുന്ന കമൻറ്റുകളായിരുന്നു. വെറുതെ എന്നതിനാണ് നിങ്ങൾ ഈ നാട്ടുകാർ മുഴുവൻ വായിരിക്കുന്ന കേൾക്കാതിരിക്കുന്നത്? കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കും അറിയാം ഈ പറയുന്നതൊക്കെ സത്യങ്ങളാണെന്ന് നിങ്ങൾക്കും അറിയാം. എന്നിട്ട് നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറയത്തില്ലേ, അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ സത്യങ്ങൾ അറിയാം. നിങ്ങളൊക്കെ ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സപ്പോർട്ട് ചെയ്യുന്നവരെന്ന് പറഞ്ഞ് കുറച്ച് പേര് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അതെല്ലാം രേണു തന്നെയാണോ കമൻറ്റ് ഇടുന്നതെന്ന് ഡൗട്ടുണ്ട്. കാര്യം മൊത്തം പൊട്ടത്തെറ്റാണ് എഴുതുന്നത്. നമുക്കത് വായിച്ചെടുക്കാൻ തന്നെ കുറേ സമയങ്ങളെടുക്കും. ആരൊക്കെയോ കമൻറ്റ് വന്നിച്ചിട്ടേക്കുന്നത് ഫേക്ക് ഐ ഡിന്ന് തുടങ്ങുമ്പോഴെങ്കിലും നല്ലതായിട്ട് അക്ഷരത്തെറ്റില്ലാതെ കമൻറ്റ്, അത് മലയാളം എഴുതിയാലും അത് ഇംഗ്ലീഷ് എഴുതിയാലും എന്നെ എഴുതിയാലും പൊട്ടത്തെറ്റാണ് എഴുതി വെക്കുന്നത്. നമ്മളത് വേണേ മനസ്സിലാക്കി എടുത്തോണം. അതാണ് പുള്ളിക്കാരുടെ ഒരു മൈൻഡ്. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇവരുടെയൊക്കെ ഫേക്ക് ഐ ഡിയിൽ തന്നെ വരുന്ന കമൻറ്റുകളാണെന്നുള്ള അറിയാൻ പറ്റും. പിന്നെ കിച്ചു വന്ന് പറഞ്ഞ പല കാര്യങ്ങളും, അത് കിച്ചു പറയാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് ഇവർ ന്യായീകരിക്കാൻ വരുന്നത്. കിച്ചു പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയല്ല. കിച്ചു പറഞ്ഞ നല്ല വ്യക്തമായിട്ട് അവൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളെങ്കിലും നല്ല വ്യക്തമായിട്ട് അവനത് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒരു 20% പുള്ളി പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത്, ബാക്കി കിടക്കുന്നതേ ഉള്ളൂ. അത് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കാര്യം എങ്ങും തൊടാതെ എന്നുള്ള രീതിക്കാണ് കിച്ചു പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പറഞ്ഞു നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മളെടുത്ത് പ്രതികരിക്കുന്നത് എല്ലാവരും. പക്ഷെ അത് ഈ കൊച്ചു പറഞ്ഞ് ഇതായി കഴിയുമ്പോഴത്തേക്ക് ഇപ്പം രേണു പറഞ്ഞ് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിച്ച് തുടങ്ങരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരും പറഞ്ഞു തുടങ്ങുന്ന അങ്ങോട്ട്. ഈ കിച്ചു ഇപ്പം ഇങ്ങനെ വന്ന് പറഞ്ഞു, ഇവർക്ക് കിച്ചുവിനെ നേരിട്ട് വേണേൽ വിളിച്ച് സംസാരിക്കും. ഇവരിതുവരെ ഇതിനകത്ത് കിച്ചുവിൻ്റെ പേര് പറയുന്നില്ല കേട്ടോ. അതിനി ആരെങ്കിലും ഉപദേശിച്ച് കൊടുത്തായിരിക്കും, പേര് പറയണ്ട എന്ന് ഉപദേശിച്ച് കൊടുത്തായിരിക്കാം. എന്നേലും കേസ് വന്നാലോ എന്തായാലും വന്നാൽ ഒരു ഇതാവും എന്നോർത്തായിരിക്കും പേര് പറഞ്ഞത്. കാര്യം ഇവർ ആരുടെയും പേര് പറയുന്നത്. ഇപ്രാവശ്യം അവിടെ പോയി ഇച്ചിരി വിവരം വെച്ച മാതിരിയൊക്കെയുള്ള സംസാരം. പക്ഷേ ചില സമയത്ത് പറയുന്ന കേട്ടോ വേറെ പഴയ സ്വഭാവം തന്നെ വരുന്നുണ്ട്. എന്നാലും വിവരക്കേടാണ് പറയുന്നത് മൊത്തം. എന്നാലും നമുക്ക് രേണു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? രേണുവിനെ ഇഷ്ടമുള്ളവരാരും ഈ വഴിക്ക് വരണ്ട, നിങ്ങൾ വേറെ വഴിക്ക് പൊക്കോളുക. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാനിപ്പോഴും ദുബായി തന്നെയാണ്, ഒരുപാട് നല്ല ആൾക്കാരെന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം എന്താണെന്ന്. ഈ പുതിയതായിട്ട് വന്ന പ്രശ്നം, അപ്പോഴാണ് ഞാൻ FBയിൽ പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്നൊരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നൊരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. ഇതിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് ആരൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. ആരാണോ ഈ ഒരുപാട് പേര് ഈ കള്ളത്തരത്തിന് കൂട്ടിക്കുന്നത് മനസ്സിലാകുന്നില്ല. വേറെ കാര്യം പറയാം, ഇത് എന്നാണ് ഈ പ്രശ്നം തുടങ്ങാനുള്ള മൂല കാരണങ്ങളൊന്നും അങ്ങനെ എന്താ ഇവർ പറയുന്നുണ്ട്. അതെന്നാണെന്ന് ചോദിച്ചാൽ, ഒരു മകൻ സഹിക്കുന്നതിനൊക്കെ പരിധികളുണ്ട്. കാര്യം ആ ചെറുക്കൻ ഒരു 21-22 വയസ്സ് എന്നൊരു പയ്യനാണ്.
അവൻ അമ്മയെന്നാണ് നിങ്ങളെ വിളിക്കുന്നത്, നിങ്ങളെ മോനെന്നുമാണ് വിളിക്കുന്നത്. ആ ഒരു അമ്മ കിടന്ന് കാണിക്കുന്ന തോന്നിവാസങ്ങൾ എന്നതാണെന്നുള്ളത് ഞങ്ങൾ ഈ പറയുന്നത് തന്നെ പുറത്ത് പലരും സംസാരിക്കുന്നുണ്ട്. രേണുവിൻ്റെ വിചാരം എന്നാണെന്നറിയോ, ഈ റിയാക്ഷൻ വീഡിയോക്കാർ മാത്രമേ ഇത് അറിയുന്നുള്ളൂ, അവർ മാത്രമേ ഇത് സംസാരിക്കുന്നുള്ളൂ, പിന്നെ കുറച്ച് പേര് കമൻറ്റ് ഇടുന്നവർ മാത്രമേ ഇത് അറിയുന്നുള്ളൂ. ഒരിക്കലുമല്ല, ഇതെല്ലാം മനുഷ്യരുടെ ഇടയിൽ ഒരു സംസാരമാണിത്. പലരും സംസാരിക്കുന്നതിന് ചെവി കേട്ടിട്ടുണ്ട്. കാര്യം ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും പറയുന്നതും കേട്ടിട്ടുണ്ട്. ആ രേണു അവൾ എന്നതാണ് കാണിച്ച് കൂട്ടുന്നത്, സുധിയുടെ പേര് കളയാൻ വേണ്ടി ഉള്ളവളാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ തീരെ മോശമായിട്ടാണ് എല്ലാവരും പറയുന്നത്. നിങ്ങളത് അറിയുന്നില്ല. പിന്നെ ഇവർ പറഞ്ഞേക്കുന്ന ആ പോസ്റ്റിൻ്റെ കാര്യം, അത് ഷെബീന ബീബിയാണ് കേട്ടോ. ഇവർ ഇത്രയും അവരുടെ തലയിൽ ഈ പഴി ചാരി വെക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കിച്ചുവിനെ അവരെ ഒരു ചീത്ത പറഞ്ഞു വീഡിയോ ചെയ്താൽ അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ശരിയും തോന്നുന്ന കാര്യങ്ങളാണ് ഈ ഷെബീന ബീബി ചെയ്യുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് അതിന് എന്നൊരു വ്യക്തത കാണും. അങ്ങനെയാണ് അവർ പല വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പോലും വീഡിയോ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം എന്നു വെച്ചാൽ ഒരു കേസും പ്രശ്നം വന്നപ്പം അതിൻ്റെ വഴികൾ പറഞ്ഞു. അപ്പം എൻ്റെ താഴെ വന്ന് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ചേച്ചി അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാതെ ആ പെടുമ്പോൾ എങ്ങനെയും കുരുക്കട്ടെ ആരെങ്കിലും എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഷെബീന ബീബി. അവർക്ക് സ്ഥായിയായിട്ട് ആരോടും ഒരു വൈരാഗ്യമുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു മനുഷ്യരോടും ഒരു സ്ഥായിയായിട്ട് മനസ്സിൽ ഇങ്ങനെ വൈരാഗ്യം വെച്ച് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർ ഒരുപാട് വിമർശിച്ച് ഈ ഒരു കാര്യത്തിൽ ഒത്തിരി പേര് പറയുന്നത് കേട്ട് അവർ എന്തിനാണ് ആ ഒരു നമ്പർ അങ്ങനെ വെച്ചത്. അവർ വേറൊന്നും കൊണ്ടല്ല, ആ കൊച്ചിനൊരു സഹായം കിട്ടുന്നതും കിട്ടിക്കോട്ടെ എന്നോർത്താണ്. 22 വയസ്സ് ചെയ്ത് ചെറുക്കനല്ലേ എന്തിനും പണിയെടുക്കാൻ മേലെ എന്ന് ചോദിക്കുന്നത്. ഇതിനൊക്കെ കൂടുതൽ പ്രായമുള്ളവർ, ഇതിനൊക്കെ കൂടുതൽ ഡിഗ്രി ഉള്ളവർ ചുമ്മാ വരയ്ക്കാത്ത ചൊറിയും കുത്തിയിരിപ്പില്ലേ. പിന്നെ ഈ കൊച്ചിന് എവിടെ നിന്ന് എന്നാ ജോലി കിട്ടാനാണ്, നമ്മുടെ ഈ കേരളത്തിൽ എന്നാ ജോലി കിട്ടാനാന്ന് പറ. അതൊരു തൊഴിൽ പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പറയാം അതിനെ പണി ചെയ്ത് ജീവിക്കാൻ മേലെ എന്ന് ചോദിക്കാം. അതിൻ്റെ ആ പഠിത്തവും നിർത്തി. പിന്നെ ഒരു പഠിക്കാൻ പോകുന്നൊരു കുഞ്ഞിന് ഒരു ചിലവുമില്ലേ. ഇന്നത്തെ കാലത്ത് വണ്ടിക്കൂലി എത്രയെന്ന് എല്ലാവർക്കും അറിയാലോ. വണ്ടിക്കൂലി പോട്ടെ, ഇനി ബൈക്കുണ്ട് അല്ലെങ്കിൽ അത് കാർ അങ്ങനെ കൊണ്ടുവന്നിരിക്കട്ടെ, അതിനകത്തൊന്നും വേണ്ടേ, ചുമ്മാ പച്ചവെള്ളം ഒഴിച്ചതങ്ങ് പൊക്കോളുവോ. ഒരു ചിലവുമില്ല. ഞങ്ങൾ 2 കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുന്നതാണ്, ഞങ്ങൾക്കറിയാം. ഒരാൾക്ക് പിന്നെ സ്കൂൾ ബസ്സുണ്ട്, കുഴപ്പമില്ലെന്നേക്കാം. മറ്റൊരാൾ ബസ്സിനാണ് പോകുന്നത്. ഓരോ ദിവസം നമ്മൾ പൈസ എടുത്ത് കൊടുക്കും, നമുക്കറിയാം. വണ്ടിക്കൂലിയും കാര്യങ്ങളും കോളേജിൽ എന്നേലും ആവശ്യങ്ങൾക്ക് ഒരു ദിവസം എന്നേലൊക്കെ ആവശ്യങ്ങൾ കാണും, പൈസയ്ക്ക് ചിലവ് കാണും. അതൊരു 500 രൂപയോ ഒരു 200 രൂപയോ അവരുടെ കൊടുത്താൽ അതുകൊണ്ടൊന്നും ഒരാഴ്ച ഒരു മാസം കൊണ്ടൊന്നും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഷെബീന ബീബി പറഞ്ഞ കാര്യമാണ് പറയാം. അവർ പോയത് കിച്ചു ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണ്. ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഷെബീന ബീബി പോകുന്നത്. കാര്യം അവർ കിച്ചുവിനെ ഒരുപാട് മോശമായിട്ട് പറഞ്ഞത് ഈ രേണു കാരണമാണ്. അവർ കൊച്ചിനെ കൂടെ പറഞ്ഞത്, നിനക്ക് നാണമില്ലേടാ നിൻ്റെ അമ്മ കാണിക്കുന്നതിന് പറയാൻ വരുന്നത് പറഞ്ഞാൽ അതിനെ പിന്നെ ഓരോന്നൊക്കെ ഷെബീന ബീബിക്ക് ദേഷ്യം വന്ന് എന്നേലൊക്കെ കിടന്നങ്ങ് പറയും. അവർക്ക് ആ ഒരു കുറ്റബോധം സഹിക്കാൻ വയ്യാതാണ് അവർ ആ കൊച്ചിനെ നേരിട്ട് കാണാൻ പോയത്, അവരുടെ മകനും. ആ സമയത്തും കിച്ചു കുറേ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ അവരതൊന്നും പുറത്തോട്ട് വിട്ടിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവർ രേണു ഇത്രയും അവരെ കിടന്ന് പറഞ്ഞിട്ടും അവരൊന്നും മിണ്ടിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ അവരെ സഖി കെട്ടി കഴിയുമ്പോഴാണ് അവരോരോന്നും പുറത്തോട്ട് വിടുന്നത്. അവരാണ് ആ കൊച്ചിനെ തിരിച്ച്. ഞാൻ ചോദിക്കട്ടെ, കിച്ചു 3-4 വയസ്സുള്ള കൊച്ചല്ലല്ലോ, ഒരു 10 വയസ്സുള്ള കൊച്ചും അല്ലല്ലോ. കിച്ചു 10-21 വയസ്സെന്നൊരു പയ്യനാണ്. ആ കിച്ചുവിന് ശരിയും തെറ്റും കണ്ട നല്ല പോലെ. അതുകൊണ്ടാണല്ലോ അവൻ്റെ ആ ഒരു മോശമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം മാറി വരാനുള്ള കാര്യം അവനെ തിരിച്ചറിവുണ്ടായതുകൊണ്ടാണല്ലോ. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് എന്ന് വെച്ച് രേണു പറഞ്ഞു, രേണു ഭയങ്കരമായിട്ട് കിച്ചുവിനെ അങ്ങ് സ്നേഹിച്ചാണ്. അത്രയും സ്നേഹം കൊടുത്ത ഒരു അമ്മേനെ തള്ളി പറയൂ ഒരു മകൻ? ഒരിക്കലും പറയില്ല. എപ്പോഴും പൈസയും കൊടുത്തുകൊണ്ടെന്ന് സ്നേഹിക്കുന്ന ഒരു മകൻ ഒരിക്കലും ഒരാൾ വന്ന് എന്നേലും പറഞ്ഞ ഉടനെ അതിലേക്ക് തിരിഞ്ഞ് പോകത്തില്ല. അതുകൊണ്ട് രേണു അങ്ങനെ അവരെ പഴിചാരി രേണു മിടുക്കിയാകാൻ നോക്കണം. നിങ്ങൾ ചെയ്ത് കൂട്ടിയ പ്രവൃത്തിയുടെ ഫലമാണ് ആ കൊച്ചു പ്രതികരിച്ചു തുടങ്ങിയത്. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങും തീരത്തില്ല. അറിയുന്നവർക്കറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും. ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ, 24 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 വയസ്സുള്ളൊരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. ഈ ഒരു കാര്യമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് തോന്നിയത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഈ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത്. കാര്യം എന്നാന്ന് വെച്ചാൽ 23-24 വയസ്സുള്ളൊരു പെൺകുട്ടിയായിരുന്നു പറഞ്ഞത്. ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ തുള്ളിച്ചാടി നടന്ന കൊച്ചൊന്നും അല്ലായിരുന്നല്ലോ. ഒരുത്തനെ കല്യാണം കഴിച്ച് പോയവളല്ലായിരുന്നോ? ഇല്ലേ? നിങ്ങളുടെ സെക്കൻഡ് മാരേജ് ആണിത്, ഫസ്റ്റ് മാരേജ് അല്ല. പിന്നെ ഈ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ സുധിയുടെ ഈ കുഞ്ഞില്ലാന്നോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരെല്ലാം കൂടെ കൂടി പിടിച്ച് കെട്ടിച്ചു കൊടുത്തൊന്നും അല്ലല്ലോ ആ കൊച്ചിനെ നോക്കാനെന്നും പറഞ്ഞ്. അങ്ങനെയും ചെയ്തതല്ല. നിങ്ങൾ ഇവരെ തേടി പിടിച്ചു പോയതാണ്. അവർ നിങ്ങളെ തേടി വന്നതല്ല, നിങ്ങൾ ഇവരെ തേടി പിടിച്ചു പോയതാണ്.
തേടി പിടിച്ച് പോയ നിങ്ങൾ ആ കൊച്ചിനെ സുധിക്ക് അതുപോലെ ഇഷ്ടമാണ്. സുധിയുടെ കഥകൾ മൊത്തം നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കൊച്ചിനെ സ്നേഹിച്ച സുധി നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾക്ക് മനസ്സിലായി സുധി രണ്ടാമത്തെ വിവാഹം സുധിക്ക് പരാജയപ്പെട്ടു പോയത് കുഞ്ഞിനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, കുഞ്ഞിനെ നോക്കാത്ത. ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ ഉപദ്രവിച്ചു എടുത്തു എന്നൊക്കെ. ആ ഇതുകൊണ്ടാണ് അവരെ ഉപേക്ഷിക്കാനുള്ള കാരണം. ആ ഒരു ബന്ധം വേണം. പിന്നെ അവർ പറയുന്നത് നിങ്ങൾ കാരണമാണ് അവർ പിരിയാൻ കാരണമെന്നാണ് പറയുന്നത്. അവരത് പറയുന്നതിന് അത്ര ശരിയുണ്ടെന്ന് തോന്നുന്നില്ല. കിച്ചുവിൻ്റെ പറച്ചിൽ വെച്ച് അതാണ് വിഷയമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ കിച്ചു പറയുന്നുണ്ട് അവർ സുധിയോട് മിണ്ടാനെടുക്കാനൊന്നും ആ കൊച്ചിനെ സമ്മതിക്കത്തില്ല. അത് ഇവർ കാരണമൊന്നല്ലല്ലോ അത്. അവരതിനൊക്കെ വലിയിരുന്നാണ് പറയുന്ന ഒരു ടീം. അതുകൊണ്ടാണ് നിങ്ങൾ കിച്ചുവിനെ കയ്യിലെടുത്ത് കിച്ചുവിനെ സ്നേഹിച്ച് 23 വയസ്സെന്ന് പറയുന്നത് ഒരു പൊടി പ്രായമൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം അതിനൊക്കെ ചെറുപ്രായത്തിൽ ഓരോ പെൺപിള്ളേർ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇല്ലേ. പിന്നെ ഈ 23 വയസ്സുള്ള നിങ്ങൾ അതിന് മുമ്പ് ഒരു വിവാഹം കൂടെ കഴിച്ചല്ലോ ഇല്ലേ. അപ്പോൾ നിങ്ങൾ അത് പറയുന്നതിൽ എന്നാ ന്യായം ഇരിക്കുന്നു? നിങ്ങളുടെ സെക്കൻഡ് മാരേജ് ആയിരുന്നു. നിങ്ങൾ ഇഷ്ടമായിട്ട് നിങ്ങളാണ് അങ്ങോട്ട് ചെന്നത്, അവരെ കണ്ടുമുട്ടിയത്, അവരെ കാണാൻ നിങ്ങൾ എറണാകുളത്ത് പോകുമായിരുന്നു എന്നൊക്കെ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു, റൂം എടുക്കുമായിരുന്നു, കിച്ചു ഞാനും കൂടി ഇരുന്ന് അത് ചെയ്യുമായിരുന്നു ഇത് ചെയ്യുമായിരുന്നൊക്കെ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ സുധി ചങ്ങനാശ്ശേരി വന്ന് റൂം എടുക്കും നിങ്ങളെ അങ്ങോട്ട് വിളിച്ചാലും നിങ്ങളെ നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയെന്നല്ല നിങ്ങൾ പറഞ്ഞത്. സുധി തന്നെയല്ല കിച്ചു. അല്ല മോശമായിട്ടല്ല എന്നെ പറയുന്നത് കേട്ടോ. ഇവർ റൂം എടുത്തെടുത്തത് മോശമായിട്ടല്ല പറയുന്നത്. കാര്യം കിച്ചും സുധിയും കൂടെയാണ് വരുന്നത്. അപ്പം ഇവർ പോയി സുധി അവിടെ കിടന്നങ്ങ് ഉറങ്ങും. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വരുന്നതിന് ക്ഷീണത്തിന് സുധി കിടന്ന് ഉറങ്ങും. ഇവർ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ. കിച്ചു ഇവരവിടെ ഇരുന്ന് ഓരോ റീൽ എടുക്കലും കിച്ചുവായിട്ട് കളിയും ചിരിയും വർത്തമാനം ഒക്കെയായിരുന്നു കിച്ചുവും പറഞ്ഞത്. ഭയങ്കര സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ ഒരു ദിവസങ്ങളൊക്കെ ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ആ കൊച്ചു അതല്ലാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ കൊച്ചു പറഞ്ഞ് ജെനുവിനാന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അവൻ കള്ളമല്ല. അല്ല അവന് വേണേൽ പറയാം അവർ വന്നത് എൻ്റെ അടുത്ത് പോരായിരുന്നു, എനിക്ക് അവരുടെ ഇഷ്ടം, അങ്ങനെ ഒന്നും അവൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഭയങ്കര സ്നേഹമായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സ്നേഹമായിരുന്നു. അതുപോലെ നിങ്ങൾ അവിടുന്ന് കോട്ടയത്തിന് പോയി കഴിഞ്ഞ് ഭയങ്കര സ്നേഹമായിരുന്നു പറഞ്ഞത്. അത് കഴിഞ്ഞാണ് ആ കൊച്ചു പറയുന്നത് പ്രശ്നങ്ങളുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. പിന്നെ 23 വയസ്സുള്ളൊരു പെങ്കൊച്ച് 11 വയസ്സ് ഉള്ളൊരു കൊച്ചിൻ്റെ അമ്മയായി അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്ന ഇടത്തൊന്നും എല്ലാവരും കൂടി പിടിച്ചും ആലോചിച്ച് കെട്ടിച്ച് വിട്ടതാണ്. ആദ്യമായിട്ട് കളിച്ച് ചിരിച്ച് നടന്ന ഒരു പെങ്കൊച്ചിനെ എട്ടും പൊട്ടും തിരിയാത്തൊണ്ണത്തിന് നിങ്ങൾ ആദ്യ ഒരു വിവാഹം കഴിച്ച് അതിൽ നിന്ന് ബന്ധം വേർപെടുത്തി വന്നിച്ചാണ് നിങ്ങൾ അതിന് ഓരോരുത്തരും ഓരോന്നും പറഞ്ഞ് നിങ്ങൾ നല്ല മറുപടി കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഫ്ലവേഴ്സിൽ വന്ന് പറഞ്ഞിങ്ങനൊന്നും അല്ലായിരുന്നു. നിങ്ങളുടെ ഫസ്റ്റ് മാരേജാണെന്നും നിങ്ങൾ ഭയങ്കര ഇതൊക്കെ ആയിട്ടായിരുന്നു പറയുന്നത്. അന്നൊക്കെ ഞാനും ആ വീഡിയോ കണ്ടപ്പോഴൊക്കെ ഓർത്തു നല്ലൊരു പെങ്കൊച്ചാണല്ലോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആ ഒരു കൊച്ചുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ സ്നേഹിക്കുക, അതിനെ സ്വന്തം കുഞ്ഞായിട്ട് സ്നേഹിക്കുന്നു എന്നൊക്കെ ഇതൊക്കെ അഭിനയമായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അന്നും കിച്ചു ഒരുമാതിരി അകലം പാലിച്ച് മാറി നിൽക്കുമായിരുന്നു ചെയ്യുന്നത്. കിച്ചുവിൻ്റെ അന്നേരം ഞാൻ ഓർക്കുകയും ഇത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയായിട്ട് ആ പയ്യനെ ഇങ്ങനെ അവരോട് ഒരു അടുപ്പം കാണിക്കാത്തതെന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. ഇന്നീ നിമിഷം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരും ഉണ്ട്. ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരും ഉണ്ട്. ആ കുട്ടിയെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം IFB ആ പോസ്റ്റ് കണ്ടപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ. ഇതുവരെ ഇവർ കിച്ചുവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതുവരെ ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവർ പറയുന്നത് ആ ഒരു വ്യക്തി അങ്ങനെയൊക്കെയാണ്. അത് കേൾക്കുന്നവർക്കും വേറെ ആരോ ഇവർ ഏതാണ്ട് ചെയ്തതാണ് അങ്ങനെയുള്ള മൈൻഡിലാണ് അവർ പറയുന്നത്. പൈസ കൊടുത്തു എന്നിവർ പറയുന്നുണ്ട്, ഓക്കെ സമ്മതിച്ചു. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഞാൻ കിച്ചുവിനോട് ചോദിക്കുന്നു, കിച്ചുവിന് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ എന്നും അതറിയാത്ത ആൾക്കാരില്ല. പൈസ കൊടുക്കുന്നത് കിച്ചുവിന് പൈസ ഇട്ട് കൊടുത്തു, കിച്ചുവിന് പൈസ ഇട്ടത് കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ആരാണ്ടൊക്കെ വന്നേച്ച് പറഞ്ഞു, ഇവൾക്ക് എന്നാ കാര്യം അവന് പൈസ ഇട്ട് കൊടുക്കാനിട്ട്, നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, നീ അത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കരുതെന്ന് പറഞ്ഞു. ഈ ഗ്രേഷ്മ തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ആരും അറിയത്തില്ലായിരുന്നു. അവർ അയൽവക്കത്തുള്ളവർ മാത്രം അതും അറിയുമെന്ന് അറിയത്തില്ല, അങ്ങനെയുള്ളായിരുന്നു. ഈ രേണുവിൻ്റെ കൂടെ സുധി എന്നുള്ളൊരു പേര് വന്നുകൊണ്ടാണ് ഇത്രയും ഫെയിമായി പോയത്. സുധിയുടെ വൈഫ് അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും രേണു ആ ഫസ്റ്റ് മാരേജിൽ തന്നെ നിന്നിരുന്നെങ്കിൽ രേണുവിനെ നമ്മൾ ആരെങ്കിലും അറിയാമായിരുന്നു? ആരും അറിയത്തില്ല. രേണു ഇനിയിപ്പോൾ വന്ന് റീൽ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ നമ്മളാരും മൈൻഡ് കൊടുക്കുകയല്ലായിരുന്നു. എല്ലാവർക്കും സുധിയെ അറിയാവുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്, സുധിയോട് ഇഷ്ടമുള്ളവരുണ്ട്, സുധിയുടെ പെട്ടെന്നുള്ള മരണം വല്ലാതെ ഒരു ഷോക്കായി പോയവരുണ്ട്. അങ്ങനെയാണ് ഇവർക്ക് ആരാധകർ കൂടിയത്. അല്ലാതെ രേണുവിനെ കണ്ടിട്ടല്ല ആരും ആരാധിച്ചു തുടങ്ങിയത്.
2 കുഞ്ഞുങ്ങളെ വളർത്താൻ ഇറങ്ങിക്കുന്നു, ആ ഒരു മൈൻഡായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും അതുപോലെ സപ്പോർട്ട് ചെയ്തത്. അവൻ്റെ അപ്പൻ്റെ പേരിലുണ്ടാക്കുന്ന പൈസയില്ലേ നിങ്ങൾ, ആ കിട്ടുന്ന പൈസയില്ലേ, അതിൽ നിന്ന് നിങ്ങൾ ഇച്ചിരി പൈസ കൊടുക്കുന്നുണ്ട്, എന്നാ പ്രശ്നം ഉണ്ടാകുന്നത്? ഇതിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ഇതിപ്പോൾ പൈസയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, നമുക്ക് പൈസയുടെ കാര്യം കുറച്ചും കൂടെ കഴിഞ്ഞ് പറയാം. ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ, മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. ഇപ്പം മനസ്സിലായി, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. അവരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഇത് എൻ്റെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നത്. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സൂയിസൈഡ് ആൻഡ് ആഫ്റ്റർ സൂയിസൈഡ്, അല്ലെങ്കിൽ ആഫ്റ്റർ സൂയിസൈഡ്, ഡെത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല. എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. ഞാൻ സത്യം പറഞ്ഞ ഒരു കാര്യം നടിച്ചിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. എന്തിനാണ് ഇത്രയും മുഖത്ത് ഭാവങ്ങൾ വരുത്തുന്നത്? നമുക്ക് സങ്കടം വരും. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവരെ കരച്ചിൽ കാണുമ്പോൾ ഒന്നും തോന്നാത്തതിൻ്റെ കാരണം മുഖ്യമായിട്ട് എന്നറിയാം, ഇവരിവിടെ കരഞ്ഞ് നമ്മളെ കാണിക്കുന്നു. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത റീല് വരുന്നുണ്ട്, അത് കാണിക്കുന്നതാണ് എന്നതൊക്കെയാണെന്നറിയോ. പിന്നെ നമ്മൾ എങ്ങനെ ചിരിക്കാതിരിക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്? പിന്നെ സുധിച്ചേട്ടൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ, പണ്ട് ആരോ സുധിച്ചേട്ടനെ എൻ്റെ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞതല്ലോ, അത് സുധി 2000 അങ്ങനെയൊക്കെ പറഞ്ഞ് 3, 4, 5 എന്നൊക്കെ ഇങ്ങനെ പറ്റ് 2003 2002 സൂചനം പോയേ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ടൊക്കെ ഇതൊക്കെ ഡേറ്റും ഒക്കെ പറഞ്ഞ് നിങ്ങൾ ഡയലോഗ് അടിച്ചപ്പോഴും അത് അവിടെ കിടന്നോട്ടെ, ആ മനുഷ്യൻ മരിച്ചുപോയി, അവിടെ കിടന്നോട്ടെ, ഇനി അത് കുത്തിപ്പൊക്കെ അങ്ങനെ എന്തൊക്കെ ഒരു ഡയലോഗ് നിങ്ങൾ അടിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ അത് ബാധകമല്ലേ, അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമെന്ന് പറയുമ്പോഴത്തേക്ക്? അതാ പറഞ്ഞത്, നമ്മുടെ വായിന്ന് പോകുന്ന വാക്കുകൾ നിങ്ങൾ ഈ മീഡിയക്കാരെ കൊണ്ട് നടക്കാതിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും നാറുകയില്ലായിരുന്നു, ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരത്തില്ലായിരുന്നു. ഒരു പരിധി വിട്ട് നിങ്ങളുടെ തോന്നിവാസങ്ങളാണ്. കാര്യം അവന്മാർ തന്നെയാണ് നിങ്ങളെ ഈ തോന്നിവാസം. പിന്നെ ഈ രേണുവിൻ്റെയും ഈ കിച്ചുവിൻ്റെയും പ്രശ്നത്തിന് ഇത്രയും കാരണമായത് ഈ ഒരു റിയാക്ഷൻ മീഡിയക്കാരൊന്നുമല്ല കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കാര്യം നമ്മളൊരു തെറ്റ് കണ്ടാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അങ്ങനെ ചെയ്യരുത് എന്ന്. ഇതങ്ങനെയല്ല, അയ്യോ ചേച്ചി ഇനിയും കാണിക്കുക, ഇച്ചിരി കൂടെ താത്തി ചേച്ചി കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്ത്. കാണിച്ച് ഈ ഒരു അവസ്ഥയായില്ലേ ഇല്ലേ? ഇവർക്ക് മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കാൻ അറിയാം. ഇവരൊരു ഇൻ്റർവ്യൂ കണ്ടത് അതിനകത്തേയും കാണിക്കുക. ആ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ മാന്യമായിട്ടാണ് ഇവർ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. അതേസമയം ഇവരല്ലാതെ കാണിക്കുമ്പോൾ എന്നതാ കാണിക്കുന്നത് ഇവർ? നമ്മളൊക്കെ മലയാളികളല്ലേ, അല്ലാതെ സായിപ്പന്മാരൊന്നും അല്ലല്ലോ അങ്ങനെയൊക്കെ കിടന്ന് കാണിക്കാനായിട്ട്. പിന്നെ ഇവർ ഷെബീന ബീബി പറയുന്നു അവരാണെന്ന്. കിച്ചു കുഞ്ഞു കൊച്ചൊന്നും അല്ലല്ലോ ഷെബീന ബീബി എന്ന് തിരുത്തി ഇങ്ങോട്ട് വരാനായിട്ട്. കിച്ചുവിനെ നെഗറ്റീവ് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കിച്ചുവിന് നല്ലപോലെ അറിയാവുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ഷെബീന ബീബി ചെന്നിച്ച് പറയുമ്പോഴത്തേക്ക് അത് ഉടനെ കിച്ചു ഏസ് വെച്ച് എന്നാൽ ഞാൻ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞേക്കാം. ഒരിക്കലുമല്ല. കിച്ചു ഒരുപാട് നാണക്കേടുകൾ സഹിച്ചതിന് ശേഷമായിരിക്കാം കിച്ചു ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇനി ഫിറോസിനുള്ളൊരു മറുപടിയും കൊണ്ട് വരുന്നുണ്ട്. ഫിറോസിന് ഇന്നത്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിൽ ഇവർ എന്നേലും കൊണ്ടൊരു ഫിറോസ് അതിനിടയ്ക്ക് കൊണ്ടൊരു പോസ്റ്റ് ഇടും. എൻ്റെ മനുഷ്യ നിങ്ങൾ വെറുതെ ഇരിക്കും, നിങ്ങളുടെ കുടുംബം കൂടി ഇവിടെ തകർത്ത് കളയും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ പോയ കോടാലിയാണ്. എന്നതാണ് പറയുന്നതെന്ന് ഇവർക്ക് ഒരു വെളിവുമില്ല. കാര്യം ഇവർക്കൊരു കുടുംബജീവിതമൊന്നും ഇവർക്ക് വിഷയമല്ല. അതുകൊണ്ട് ഇവർക്ക് മറ്റൊരു കുടുംബത്തെപ്പറ്റി ഇതിനെപ്പറ്റി ഇവർക്ക് അറിയത്തില്ല. വെറുതെ ഇവൾ ഏത് മാർഗവും സ്വീകരിക്കും ഒരു മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി. അതാണ് സാധനം. നിങ്ങൾ വെറുതെ എങ്ങാനും അവിടെ ഇരിക്കും, നിങ്ങൾ വെറുതെ മേടിച്ച് കെട്ടാതെ. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നിങ്ങളെ വൃത്തികേട് പറഞ്ഞ രീതിക്കാണ് കൊണ്ടുവന്നത്. അന്ന് നിങ്ങളെ ശരിക്കും എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തതാണ്. അന്ന് ബീവിക്ക് എന്നിട്ടൊരു വോയിസൊക്കെ അയച്ചു കൊടുത്തായിരുന്നു ഫിറോസ്. ഞാൻ ഇവരോട് ഇങ്ങനെ വർക്കിൻ്റെ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ല ഞാൻ ഇവരോട് യാതൊരു മെസ്സേജും അയച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെങ്കിൽ ഇവർ പറയുന്നത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് ഈ ലോകത്ത്. ഇവർ പറയുന്നില്ല നെഗറ്റീവ് പറയുന്നവരെ മാത്രമേ ഉള്ളൂ സപ്പോർട്ട്. പക്ഷേ ഒരിക്കലുമല്ല. നെഗറ്റീവ് പറയുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സത്യങ്ങൾ പറയുമ്പം അത് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നും. അതാണ് പ്രശ്നം. പിന്നെ രേണുവിനോട് അതിനെപ്പറ്റി ചോദിച്ചാൽ രേണു പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാലേ ഫിറോസിനുള്ള മറുപടി കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. അടുത്തത് ഫിറോസ് KHDC ഇറങ്ങിയിട്ടുണ്ട് പുതിയ പോസ്റ്റുമായിട്ട്.
താൻ അന്ന് നിർത്തിയതാണെന്നാണ് ഞാൻ ഓർത്തത്. അതുകൊണ്ടാണ് തൻ്റെ പേര് ഞാൻ വിട്ടത്. താൻ വീണ്ടും തുടങ്ങുവാണെങ്കിൽ ഞാൻ തൻ്റെ പേരിൽ ഇനിയും ഞാൻ സംസാരിച്ചല്ലോ. ഞാൻ പറഞ്ഞോ തൻ്റെ അടുത്ത് വീട് തരാൻ, പിള്ളേർക്ക് വീട് കൊടുക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രശ്നങ്ങളാണ്. എൻ്റെ കരച്ചിൽ നാടകീയതയാണ്. എനിക്കും പറയാനുണ്ടോ കൂടുതൽ? എനിക്കും ഉണ്ട് പറയാൻ ഇനിയും. മനസ്സിലായോ? എനിക്കും ഉണ്ട് പറയാൻ. തന്നെ പറഞ്ഞാൽ എൻ്റെ കരച്ചിൽ നാടകീയതയാണെന്നല്ലേ? കൊള്ളാം. എൻ്റെ കരച്ചിൽ നാടകീയതയാണെന്ന് താൻ പറഞ്ഞല്ലോ. ഇനി എൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ എനിക്കറിയാം ബാക്കി എന്തൊക്കെയാണ് പറയേണ്ടതെന്ന്. തന്നോട് മാത്രമുള്ള വാണിംഗ് ആണിത്, ഫിറോസ് KHDCയോട്. തന്നോട് ഒന്നിനും ഞാൻ വരുന്നില്ല. താൻ എൻ്റെ പേരിലും ഇനി സംസാരിക്കണ്ട, കേട്ടല്ലോ? കണ്ടല്ലോ, എത്ര നേരം കരഞ്ഞു വിളിച്ചിരുന്ന ആളുടെ ധൈര്യം കണ്ടല്ലോ. ഇതാണ് ഇവർ ശരിക്കും. ഇവരെ കരയുന്ന ഒന്നല്ല. ഇവർ പെട്ടുപോയെന്ന് പറഞ്ഞാൽ കിച്ചു പറയുന്ന അത്രയും നാച്ചുറലായിട്ടാണ് കൊച്ചു പറയുന്നത്. അവൻ്റെ ആ സങ്കടങ്ങളോട് കൂടിയാണ് അവനെ പറയുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ അവൻ ചുമ്മാ പറയുന്നതല്ല. നമുക്കത് ഏത് മനുഷ്യർക്കും കേൾക്കുന്നവർക്ക് മനസ്സിലാകും. അതിനാണ് ഇവർക്കറിയാം, അത് എല്ലാവരും വിശ്വസിച്ചു, എല്ലാവർക്കും അത് മനസ്സിലായെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഈ കള്ളക്കരച്ചിൽ കൊണ്ട് വരുന്നത്. ഇവർ പറഞ്ഞ് കള്ളക്കരച്ചിലെന്ന് പറയുന്നത് എല്ലാവരും അത് പറയുന്നില്ലേ? നിങ്ങളിൽ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് ആ കരച്ചിൽ ജെനുവിനാന്ന് തോന്നിയിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്ര പേർക്ക് ജെനുവിനാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ കരച്ചിലിൻ്റെ കാര്യം, ഫിറോസ് അതിനകത്ത് ഇട്ടേക്കുന്ന പോസ്റ്റ് പറഞ്ഞാൽ അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മണ്ടത്തരോ അങ്ങനെ തന്നെയാണ് പറഞ്ഞാണ് ആ വീട് വെച്ച് കൊടുത്തത്. കേൾക്കാത്ത കാര്യങ്ങളില്ല, കേൾക്കാത്ത തെരുവിളികളില്ല. ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും തെരുവിളി കേട്ടിട്ടുണ്ട്, വെച്ച് കൊടുത്തതിനും തെരുവിളി കേട്ടു, പിന്നെ ഇവരുടെ സൈഡിൽ നിന്നും തെരുവിളി കേട്ടു. അങ്ങനെ ഫാമിലി പോലും പ്രശ്നമാകുന്ന രീതിയായി എന്നാണ് ഫിറോസ് പറഞ്ഞേക്കുന്നത്. പിന്നെ കള്ളക്കരച്ചിലും കൊണ്ട് കിച്ചു പറഞ്ഞതെല്ലാം കറക്റ്റാണ്. അവൻ 20% പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാൻ കിടക്കുന്നതെന്നാണ് ഫിറോസ് പറഞ്ഞേക്കുന്നത്. ആ ബാക്കിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിൻ്റെ അവസ്ഥ എന്നാവുമെന്ന് എനിക്കറിയത്തില്ല. രേണു അത് മിക്കവാറും പറയിപ്പിക്കും. അത് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് രേണുവിൻ്റെ കൂട്ടുകാരും കൂടെ എടുത്ത് കിടന്ന് കസറുവാണ്. അതുകൂടെ പറയിപ്പിക്കും. ഇനി പറയിപ്പിച്ച് കഴിയുമ്പോൾ സമാധാനമാകും. എൻ്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചെന്നോ? നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന അതിൻ്റെ ആ അടക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി വെള്ളം ഇറക്കുന്നത് കഴിക്കുന്നത്. ഒരു പൊറോട്ട എന്താ മേടിച്ചു തന്നപ്പോൾ മനസ്സിലായോ? അന്നത്തെ ദിവസം ആ അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പച്ചവെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഞാൻ അതിന് സൂചിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ. ഫ്ലവേഴ്സിലും 24-ലും ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കാണുന്നത് ചേട്ടൻ മരിച്ചിട്ട് പിറ്റേ ദിവസം ഡെഡ് ബോഡി അവർ കൊണ്ടുവന്ന് 8:30 നമ്മുടെ പൊങ്ങന്താനം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം സംസാരിക്കരുതേ. ഞാൻ അവിടെ തളർന്ന് കിടക്കുമായിരുന്നു. ഞാൻ പോയിട്ടില്ല സൂചിച്ചേട്ടനെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ. നിങ്ങൾ ആരോട് വേണ്ട ചോദിച്ചു? നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരം പറയുന്നത്? നിങ്ങൾക്ക് നാണമാകുന്നില്ല ഇങ്ങനെ കള്ളത്തരം പറയാൻ? ഞാൻ പോയില്ല. ചേട്ടൻ മരിച്ചപ്പോൾ ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ ഞാൻ പോയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് 5 സ്റ്റാർ കടയിൽ നിന്ന് പോയി ഫുഡ് കഴിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾക്ക് എന്താണെങ്കിലും കാര്യം പറഞ്ഞിട്ട് സത്യം പറഞ്ഞിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. ഈ ഒരു വിഷയത്തിൽ പുള്ളിക്കാരി എടുത്തിട്ടേക്കുന്ന, ഇവർ കൂട്ടുകാരും രേണുവൊക്കെ എടുത്തിട്ടേക്കുന്ന രണ്ട് കാര്യങ്ങളാണ് എടുത്തിട്ടേക്കുന്നത്. ഒന്ന്, കിച്ചുവിന് ഇവർ പൈസ കൊടുക്കുമായിരുന്നു. 2, ഈ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ കാര്യം. അതിനകത്ത് കിച്ചു നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കിച്ചും പിന്നെ ഇവർ അളിയെന്ന് വിളിക്കുന്നത്, അതായത് രേണുവിൻ്റെ ചേട്ടത്തിയുടെ ഭർത്താവ്, പിന്നെ ഇവർ ഏതൊരു ബന്ധു, പിന്നെ ബാക്കി പള്ളിക്കാരായിരുന്നെന്നാണ് പറയുന്നത്. രേണുവിൻ്റെ പേരേ കിച്ചു പറഞ്ഞിട്ടില്ല. രേണുവിൻ്റെ പേരേ പറഞ്ഞിട്ടില്ല. അവർ ഫുഡ് കഴിക്കാൻ കയറിയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ശ്രീതു കുറേ ഇരുന്ന് വിളിപ്പിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അല്ലാതെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ചുമ്മാ എടുത്തിടുവാണ്. കാര്യം ഇങ്ങനെ എടുത്തിട്ട് പറയുമ്പോൾ ഇവരെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്കത് സങ്കടമാകും. അവരുടനെ പറയൂ മോളെ നീ വിഷമിക്കാതെ. കിച്ചുവിനെ ഒരുപാട് പേര് പറയുന്നുണ്ട് മോശമായിട്ട്. കിച്ചും ഇപ്പോഴും ഏതാണ്ടൊക്കെ അടിച്ചിരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കിച്ചു ഇതൊക്കെ അടിച്ചിരുന്നത് എവിടെ വെച്ചാണ് കിച്ചു ഇതൊക്കെ അടിക്കാൻ തുടങ്ങിയത്? എവിടെ വെച്ചാണ് കിച്ചു ഈ ഒരു അവസ്ഥയിലായത്? അതന്നെ നിങ്ങൾ പറയാത്തത്. സുധി പോയി കഴിഞ്ഞാൽ കൊച്ചു ആ വീട്ടിൽ കിടന്നാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ഇവരുടെ കൂടെ നിന്നുകൊണ്ട്. അന്ന് ഈ അമ്മയെന്ന് പറയുന്ന പുന്നാരമ്മ കണ്ടില്ലായിരുന്നോ മോൻ അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകുന്നത്? അത് പറയത്തില്ല. കിച്ചു അങ്ങനെ കാണിച്ചു, അവനൊരു മോശം ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു, അത് പറയാൻ മിടുക്കരാണ്. പിന്നെ ഈ പുന്നാര അമ്മേനെ അന്നേരം എന്നെ പറയും. ചിലരൊക്കെ പറയുന്നതായിട്ട് ഇവർക്ക് നോക്കണമെന്ന് തന്നെ നിർബന്ധമൊന്നും. ആ കൊച്ചിനെ നോക്കാമെന്ന് പറഞ്ഞല്ലേ ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിയത്, അല്ലാതെ ഇതുപോലെ അഴിഞ്ഞാടാമെന്നും പറഞ്ഞല്ലല്ലോ. കുറേ സത്യം പറയും, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ മൊത്തം വിചാരിക്കുന്ന അതെല്ലാവരും കമൻറ്റിലൂടെ പറയുന്നുണ്ട്. ഇവളെങ്ങനെയാണോ അതേ സ്വഭാവമുള്ളവരാണെന്നേ പറയത്തുള്ളൂ, അല്ലാതെ നല്ല സ്വഭാവമുള്ളവരൊന്നും ഇങ്ങനെ വന്ന് സപ്പോർട്ട് ചെയ്യല. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ഈ കരച്ചിലും പിഴിച്ചിലും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ ഒരു ഡാൻസ് ഉണ്ട്. കരഞ്ഞ് വിളിച്ച ഒരു വ്യക്തിയാണെന്ന് നോക്കണം. സങ്കടപ്പെട്ട് വിഷമിച്ച് വിങ്ങി പൊട്ടി കരയുന്ന നമ്മൾ കണ്ടില്ലേ? ആ കരഞ്ഞൊരു വ്യക്തിയാണ്, കണ്ടോ?
ഇതാണ് ഭ്രാന്തെന്ന് പറയുന്നതൊക്കെ. ഭ്രാന്തെന്ന് കാര്യം എന്നാ കോക്കാമ്പിച്ചാണോ കാണിക്കുന്നത്. ഒന്ന് ഇത്രയും പൈസയൊക്കെ ആയില്ലേ, ഒന്ന് സ്റ്റെപ്പൊക്കെ ഒന്ന് പഠിച്ചുകൂടെ, എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് കളിക്കുക. ആ കുണ്ടി കുലുക്കി കാണിക്കാത്തൊരു പരിപാടിയേ ഇല്ല കേട്ടോ. അതാണ് പുള്ളിക്കാരുടെ ഹൈലൈറ്റ്. പിന്നെ കുനിഞ്ഞിരിക്കുക, അതാണ് ഈ 2 കാര്യമാണ് പുള്ളിക്കാരി കാണിക്കുന്നത്. കുറേ വീഡിയോസ് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു ദുഃഖങ്ങൾ ഒക്കെ മറക്കാൻ വേണ്ടി പുള്ളിക്കാരി വന്നിരിക്കുന്നതാണ്. ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇത് ഇച്ചിരി നല്ല വൃത്തിക്കായിട്ട് മറ്റേതിനകത്തും വന്നിട്ടുണ്ട്. മറ്റേതിനകത്ത് പിന്നെ ഈ ഇത്രയും സങ്കടം പറഞ്ഞ് കരഞ്ഞ് വിങ്ങി പൊട്ടുന്ന ആ ദുഃഖം സഹിക്കാൻ മേലാത്ത ഈ ഒരു മാതാവ്, ഈ ഇത്രയും സങ്കടങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ കോരിച്ചൊരിയുന്ന ഈ ഒരു അമ്മ പെയ്ഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ, വായോ വന്ന് എല്ലാവരും എന്നെ കാണുമോ, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞൊരു അക്കൗണ്ട്. അതിൽ നല്ലപോലെ വീഡിയോസ് ഇടുന്നുണ്ട്. ഇപ്പോഴും നല്ലപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനകത്ത് നല്ലപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ ഈ കോലം കെട്ടൽക്കെല്ലാം സപ്പോർട്ട് നിൽക്കുന്ന നിങ്ങളാണ്. മറ്റേ ആ കോമളം എന്ന് പറഞ്ഞാൽ അവർ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, രേണു കാരണം വൈറലായ ഒരു ചേച്ചി അവരാട്ടോ. ഈ കോമളം എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ഇനി ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ, ഇത് ഇവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരാളാണോ എന്നും അറിയത്തില്ല. എന്നാണേലും ആ പുള്ളിക്കാരി. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, ഇടുന്ന കമൻറ്റ് എല്ലാം ഫേക്ക് ഐ ഡി ആണെങ്കിലും ഉണ്ടല്ലോ, രേണു ഇടുന്ന പോലെ മൊത്തം പൊട്ടത്തറ്റുകൾ വരുന്നുണ്ട്. ഈ കോമളം എന്ന് പറഞ്ഞ ചേച്ചിയും രേണു എന്നല്ല വേണു എന്നാണ് എഴുതുന്നത്. മിക്കുന്നത് വേണു എന്നൊക്കെയാണ് ഇതിന് എഴുതുന്നത്. രേണു എന്നൊക്കെ അപൂർവമേ കണ്ടിട്ടുള്ളൂ. അവരെഴുതുന്ന കമൻറ്റ് മൊത്തം നമ്മൾ തിരുത്തി വായിച്ചെടുക്കണം. നമുക്ക് തന്നെ അതിന് ആരാണ്ട് ഒന്നിച്ച് പറയുന്നതായിട്ട്, എൻ്റെ പൊന്നു ചേച്ചി നിങ്ങൾ രേണുവിനെ പോലെ പൊട്ടത്തെറ്റ് എഴുതാതെ, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നതിലാണ് ഈ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് പുള്ളിക്കാരി വന്നിച്ച് പറഞ്ഞിട്ടുണ്ട്, രേണുവിനെ കള്ളക്കരച്ചിലാണെന്ന് പറഞ്ഞവർ അവരുടെ അടുത്ത തലമുറ അതിൻ്റെ അടുത്ത തലമുറ അനുഭവിക്കുന്നത്. ദേവതയല്ലേ എന്ന് വെച്ചാൽ ദേവത ആ പാവത്തിനെയല്ലേ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ പിന്നെ ശാപം അങ്ങ് ഏൽക്കൂല്ലോ. ഡാൻസ് കളിക്കുന്ന ഒരു പച്ച ഡ്രസ്സ് ഇട്ട് ഡാൻസ് കളിക്കുന്നതിനകത്ത് ഷഫീന ബീവി പോയി പണി നോക്കടി എന്നും പറഞ്ഞാണ് ആ ഡാൻസ് ഇട്ടേക്കുന്നത്. ആ ഡാൻസിൻ്റെ വീഡിയോ ഇട്ടേക്കുന്ന ഒരു പച്ചയും കറുപ്പുള്ള ഡ്രസ്സ് ഇട്ടേക്കുന്നത് ഇട്ടേക്കുന്നതാണ്. അതുപോലെ ആരാണ്ട് ചോദിച്ചു, അയ്യോ ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന ആളല്ലേ ഇപ്പം എന്നെ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ലെന്നറിയാം, ഞാൻ പിന്നെ എന്നെ എന്നും കരഞ്ഞുകൊണ്ടിരിക്കണോ എന്നും പറഞ്ഞിട്ട് അതിന് തിരിച്ച് നല്ല മറുപടിയാണ് അവർ കൊടുത്തത്. എല്ലാത്തിനും നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അക്ഷരത്തെറ്റാണെങ്കിലും നമുക്ക് വായിച്ചെടുക്കാം. ഇനി നമുക്ക് ശ്രീതു പറയുന്ന കാര്യം കുറച്ചേരം. ശ്രീതു തന്നെയല്ല, സജീനെ ഇട്ടിട്ടുണ്ട്. സജീനയുടെ വീഡിയോസ് ഞാൻ അങ്ങനെ കാണാറില്ല, അതുകൊണ്ടാണ് ശ്രീതുവിൻ്റെ എടുത്ത കാര്യം. സജീനയൊക്കെ കുറച്ചെങ്കിലും ഇത്രയും മര്യാദയ്ക്ക് ഒന്ന് സംസാരിക്കുന്ന ശ്രീതുവാണ്, അതുകൊണ്ടാണ് ശ്രീതുവിൻ്റെ വീഡിയോസ് കാണുന്നത്. സജീനയെ എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ ചില കാര്യങ്ങളിലുള്ള എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യാറുള്ളതായി. കാര്യം നോക്കുന്നില്ല, കിച്ചുവിനെ ചിലർ കൊടുക്കുന്നില്ലെങ്കിൽ അത് എനിക്ക് ചോദിക്കാൻ തോന്നി. ഞാൻ രേണുവിനെ അടിച്ച് വേറെ ഫോണിലേക്ക് എടുക്കുക ഒന്നും ചെയ്തില്ല, കാരണം നിങ്ങൾക്ക് അറിയാം എൻ്റെ വീഡിയോസ് ആയാലും രേണു പറയുന്ന വീഡിയോസ് ആയാലും. പക്ഷേ ഈ കാര്യം കേട്ടപ്പോൾ ഞാൻ രേണുവിനെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കിച്ചു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, കിച്ചുവിൻ്റെ എല്ലാ ചിലവിനുള്ള ക്യാഷ് ചെയ്യണം കൊടുക്കുന്നുണ്ട്. പലരും വന്ന് പല കമന്റ്സ് ആണ്, അല്ലെങ്കിൽ പല അഭിപ്രായമാണ് പറഞ്ഞത്, ഇവിടെ എന്താ 3 അമ്മയില്ലേ, അല്ലെങ്കിൽ ഇവിടെ ചിലവ് കൊടുക്കുന്നില്ല, ആ കൊച്ചു അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പറയുന്നത്. ഞാൻ ഒരു സ്ക്രീൻഷോട്ട് വയ്ക്കാം. ആ സ്ക്രീൻഷോട്ടിൽ ഞാൻ എമൗണ്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കിച്ചുവിൻ്റെ അക്കൗണ്ടിലോട്ട് രേണു ഇട്ട് കൊടുത്ത ക്യാഷ് ആണ്. ആ എമൗണ്ട് ഞാൻ ഹൈഡ് ചെയ്യുന്നത് വേറെയല്ല. രേണു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ എമൗണ്ട് പുറത്തുണ്ട്, കാരണം അത്രയ്ക്ക് ചീപ്പാൻ രേണുവിന് താല്പര്യമില്ല. കിച്ചു വന്ന് ഇത്രയും നല്ല കിച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാഷ് കൊടുക്കുന്നതാണ്. ഇതും തന്നില്ല, ഞാൻ ഒത്തിരി റിക്വസ്റ്റ് ചെയ്യാം, ഒത്തിരി പറഞ്ഞ് നമ്മൾ ചോദിച്ച് വെച്ച സാധനമാണ്. ഓക്കെ, അപ്പോൾ എന്താ വെക്കുന്നത് നിങ്ങൾ നോക്കാം. അതായത് ഈ മാസം ആദ്യ മാസത്തെ കണക്കാണ്. ലാസ്റ്റ് ആയിട്ട് 24-ാം തീയതി രേണുവിന്റെ അക്കൗണ്ടിൽ നിന്ന് കിച്ചുവിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് പോയിട്ടുണ്ട്. 24-ാം തീയതി, 20-ാം തീയതി, 18-ാം തീയതി, 17-ാം തീയതി, 14-ാം തീയതി, 5-ാം തീയതി ഇങ്ങനെ ക്യാഷ് പോകുന്നുണ്ട് കിച്ചുവിന്റെ അക്കൗണ്ടിൽ. കിച്ചുവിന് ചിലവ് വേണമെന്ന് പറയുമ്പോൾ ക്യാഷ് പോകുന്നുണ്ട്. മനസ്സിലായി നിങ്ങൾ? അതായത് അപ്പോൾ നിങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടിട്ടെങ്കിൽ ഈ തെളിവ് വെച്ചിട്ട് കിച്ചുവിന്റെ എന്ത് കാര്യങ്ങളാണ് രേണു ചെയ്യാത്തത് എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. പലരും പറയുന്നുണ്ട് കിച്ചുവിനെ അവളെ സ്നേഹിച്ചില്ല, അല്ലെങ്കിൽ കിച്ചുവിന്റെ കാര്യം നോക്കിയില്ല, ഇങ്ങനത്തെ ഗതിയിൽ വന്നു പോയല്ലോ. ഏത് അമ്മമാരാണ് ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് അവനെ സപ്പോർട്ട് ചെയ്തത്? ഇത് തെളിവാണ്. ശ്രീതു, ഏത് അമ്മമാരാണ് ഇത്രയും കാശ് കൊടുത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ വളർത്തുന്നത്. എല്ലാ അമ്മമാരും അവരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുത്താണ് വളർത്തുന്നത്, അല്ലാതെ അവരാരും പണിക്ക് പോയിട്ടല്ല അവരുടെ കാര്യങ്ങൾ നടക്കുന്നത്. മിക്ക വീടുകളും അപൂർവങ്ങളിലേ ഉള്ളൂ അമ്മമാർക്കോ അപ്പമാർക്കോ വയ്യാത്ത കുഞ്ഞുങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേങ്കിൽ ഈ കൊച്ചിന് പൈസ കൊടുക്കും. ഇതുപോലെ ഏത് അമ്മമാർ ശ്രീതു ചെയ്യത്തില്ലായിരിക്കും, ചിലപ്പം ഞങ്ങളൊക്കെ ചെയ്യും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞങ്ങളാണ് നടത്തി കൊടുക്കുന്നത്. കാര്യം അവർക്ക് ഇപ്പോൾ പഠിക്കുന്ന പ്രായമാണ്, അതുകൊണ്ട് അവർ വേറെ ജോലിക്കൊന്നും വിടാറില്ല, അവരെ പഠിപ്പിക്കാനാണ്. ഇത്രയും ന്യായം പറയുന്ന ശ്രീധുവിനോടൊരു കാര്യം ചോദിച്ചാൽ, കിച്ചുവിൻ്റെ പഠിത്തം പിന്നെ എങ്ങനെ നിന്നുപോയി? കിച്ചു എന്തുകൊണ്ട് പഠിത്തം നിർത്തി? ഇത്രയും പൈസ കൊടുത്ത് സഹായിക്കുന്ന ഈ അമ്മയുള്ളടുത്ത്, ഈ അമ്മയുടെ വായിലെ പല്ല് ചേരേണ്ട 4.5 ലക്ഷം രൂപയും ഒക്കെ അമ്മയുടെ കയ്യിലുണ്ട്, ലക്ഷങ്ങളുണ്ട്. ആ ലക്ഷങ്ങളുള്ള അമ്മയ്ക്ക് ഈ മോൻ്റെ പഠിത്തം സ്റ്റോപ്പായത് അറിഞ്ഞില്ലേ അമ്മ? പിന്നെ ആ കൊച്ച് ആ കോട്ടയത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്, ഇങ്ങനെ എവിടെയെങ്കിലും പോയി നിൽക്കുവാണ് എന്ന് പറഞ്ഞപ്പം വേണ്ടെന്ന് അവരാരും പറഞ്ഞിരുന്ന കൊച്ച് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് പോയി റബ്ബറിൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട്. അത് വീഡിയോ കോൾ ചെയ്ത് സുധീര ചേട്ടൻ്റെ വൈഫ് കണ്ടിട്ട് അവർ കരഞ്ഞിട്ടാണ് അവർ അവിടോട്ട് ചെല്ലാൻ പറഞ്ഞത്. അപ്പോഴും ഈ അമ്മ അറിഞ്ഞില്ലേ കൊച്ച് ഈ ജോലിക്കാണ് പോകുന്നതെന്നും കൊച്ച് പഠിത്തം നിർത്തിയെന്നും കൊച്ചിന് പഠിത്തത്തിന് തടസ്സങ്ങൾ വരുന്നെന്നും ഒക്കെ പറഞ്ഞില്ലേ? സുധീര വീട്ടുകാർ ഭയങ്കര ഹൈ ഇതായിട്ടുള്ള ഫാമിലിയൊന്നുമല്ല, ഒരു സാധാരണ കുടുംബമാണ്. പൈസ കൊടുത്തതിൻ്റെ ഞാൻ ചിരിച്ചു തന്നെന്നറിയാം. ആ ഒരു സ്ക്രീൻഷോട്ട്
കാണിക്കുന്നുണ്ടല്ലോ. രേണുവിനെ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് തന്നത്. അതുപോലെ തന്നെ കൊടുക്കുന്ന പൈസ അതാരും കാണരുത്, അത് കാണിക്കണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രേണു ഒരു 2000-3000 രൂപ വെച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവരിത് കാണിച്ചിരുന്നേനെ. ഇത് കണ്ടോ, രേണു ഇത്രയും വെച്ചായിരുന്നു കൊടുത്തത്. ഇത് മുഴുവനും 500, 250 അങ്ങനെയൊക്കെയാണ് ഈ കൊടുക്കുന്നത്, 100ഒക്കെ ആയിട്ടാണ് ഈ കൊടുക്കുന്നത്. ഞാനിവിടെ ഇത് ഇവർ പറയുന്നു ആരും ഇത് കാണാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ സ്ക്രീൻഷോട്ട് ബാക്കി എല്ലാവരുടെയും കൈ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടി? നിങ്ങൾ ചോദിച്ച് നിർബന്ധിച്ച് മേടിച്ച സാധനമാണ്. ഇതെങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ പോയി? എനിക്ക് വേറൊരു ചാനലിൽ നിന്നാണ് കിട്ടിയത്. ആ ചാനലിലോട്ട് ഇതെങ്ങനെ പോയി? ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എവിടെ നിന്ന് കിട്ടിയത്? ഇതൊക്കെയാണ് ഇവരുടെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇവരുടെ മാത്രം കിട്ടിയൊരു സാധനം ആരും കാണിക്കാതെ ഇവർ വെച്ച കാര്യമാണ്. ഇത് ഈ ലോകം മൊത്തം പോയി. അത് എത്ര രൂപയാണെന്നുള്ള ഞാൻ സൈഡിൽ ഇപ്പോൾ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ ഈ ഒരു ഇതിനകത്ത് വന്നേക്കുന്നത് തന്നെ കിച്ചുവിൻ്റെ പേരോ, നമ്മൾ സാധാരണ ഗൂഗിൾ പേ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ അവരുടെ പേര് വരും. പേരോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ ഓരോ മാസം പൈസ കൊടുത്തേക്കുന്നതിൻ്റെ മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഏതൊക്കെ മാസങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. ശ്രീത് വലിയ കാര്യത്തിൽ വന്നിട്ട് പറയുന്നുണ്ട്. നമ്മൾ പറയുമ്പം കുറച്ചൊക്കെ ഒന്ന് ഇച്ചിരി ബോധത്തോടെ ഒന്ന് സംസാരിക്കുക. നമുക്ക് ഒരാളോട് ഇഷ്ടം കയറി അത് വെളുപ്പിക്കാൻ വേണ്ടി വന്നിരുന്ന് പറയരുത്. തെളിവാണ്, നല്ല തെളിവാണ്. അവനെ സപ്പോർട്ട് ചെയ്യുന്നു, അവനെ സ്നേഹിക്കുന്നു. അതല്ലെങ്കിൽ പിന്നെ ഈ കിച്ചുവിനെ നോക്കേണ്ട കാര്യമില്ല. ഇവർക്ക് നിങ്ങൾ ഈ പറയുന്ന പോലെ ആണെങ്കിൽ കിച്ചുവിനെ നോക്കേണ്ട കാര്യം എന്തായിരുന്നു? രേണുവിന് ഇത്രയും ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി അറിയാം കിച്ചുവിന് എല്ലാ കാര്യങ്ങളും ഒന്നിനും കുറവില്ലാതെ നോക്കുന്നുള്ള കാര്യം. കിച്ചു ഇപ്പോൾ 2 ദിവസം ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും നല്ല രീതിയിൽ വിഷമം തോന്നി. കാരണം ദൈവം ഈ ഒരു കുഞ്ഞ് പറയുന്നത് ഇങ്ങനെ കുഞ്ഞ് ഫേസ് ചെയ്ത് വന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന്റെ കാര്യം എനിക്ക് രേണുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ രേണുവിനോട് ചോദിച്ച മെയിൻ കാര്യം, നമ്മുടെ സുധി മരിച്ച് ആ ഒരു മരണ ചടങ്ങോട് പോകുന്ന വഴി നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിച്ചു എന്ന് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കിച്ചു ആ ഒരു വീഡിയോയിൽ ആർക്കും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല. അതായത് പോയപ്പോൾ അവർ എല്ലാവരും കയറി ഫുഡ് കഴിച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ എന്റെ പറഞ്ഞു ഇപ്പോൾ പോലും അവർക്കായിട്ട് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചത് എന്താണ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞൊരു മറുപടിയാണ്. അത് ഞാൻ രേണുവിട്ട് മാത്രമല്ല, ഞാൻ ഇത് റിലേറ്റഡ് കുറേ പേർക്ക് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യം എനിക്ക് കിട്ടിയ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ച് ഇവർ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഇവർ ഹോസ്പിറ്റലിലോട്ട് പോയ വണ്ടിയിൽ നമ്മുടെ കിച്ചു ഉണ്ടായിരുന്നു. കൂടാതെ ഇവരുടെ കുടുംബത്തിൽ നിന്ന് മൊത്തം 3 ആണുങ്ങളാണ്. ഇവരുടെ കുടുംബത്തിൽ നിന്ന് അതായത് ഒരാൾ കിച്ചുവാണ്, രണ്ടാമത് രേണുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്, പിന്നെ മൂന്നാമത് ഇവരുടെ കുടുംബത്തിൽ അതായത് ഈ 3 ആണുങ്ങളാണ് ഈ വണ്ടിയിൽ പോയത്. കൂടാതെ ഇവരുടെ ചർച്ചിലോ അതിനാണ്ടുള്ള കുറച്ച് ആളുകളാണ് പോയത്. അപ്പോൾ ഇവർ ഇവിടെ പോയ സമയത്ത് ഈ ഒരു വണ്ടിയിൽ രേണുവില്ല, രേണുവിന്റെ അമ്മയില്ല, രേണുവിന്റെ അച്ഛനില്ല. കൂടാതെ ഈ സഹോദരി ഇവരാരും ഇവരുടെ വീട്ടിൽ തന്നെയാണ്. കാരണം നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്കാം, ഒരു വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ സ്ത്രീകൾ ആ വീട്ടിൽ എല്ലാവരും പോയി ഹോസ്പിറ്റലിൽ പോകും. ഇത് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, പറയുന്ന കാര്യം കുറച്ച് ജെന്യൂൻ ആയിരിക്കണം. ഓക്കെ, അതായത് ഈ കുറച്ച് ചർച്ചയുള്ള ആളുകൾ പോകുന്ന വഴിക്ക് ഇവരാണ് എന്ത് ചെയ്തത്, ഹോട്ടലിൽ ഫുഡ് കഴിച്ചത്. അത് വാസ്തവമായി ഫുഡ് കഴിച്ചു പറഞ്ഞത്. അതിപ്പോൾ ഒരു മരണത്തിൽ പോകുമ്പോൾ നമുക്ക് മരണത്തിൽ പോയതിന് ശേഷം അവർ ഫുഡ് കഴിക്കാൻ മേബി പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് ചിലപ്പോൾ അവർ ഈ പറഞ്ഞ ഫുഡ് കഴിച്ചിട്ടുണ്ടാവാം. അവർ കഴിച്ച ഫുഡിനെയാണ് ഈ പറഞ്ഞത്. കാരണം ഇത് കിച്ചു ആ ഫുഡിൻ്റെ വിഷയമാണ് ഇവർ വീണ്ടും എടുത്തുകൊണ്ടെന്ന് വിളിപ്പിക്കുന്നത്. അത് എന്നാന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. കിച്ചു അതിനകത്ത് വ്യക്തമായിട്ട് കാര്യം രേണുവിൻ്റെ പേര് രേണുവിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒന്നും പേരിനകത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിനകത്ത് കിച്ചുവിനെ എന്നാത്തിന് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഈ കിച്ചുവിനെ കൂടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണോ ഈ രേണുവിൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, രേണു സുധിയുടെ ജീവിതത്തിലേക്ക് വന്നത്? അല്ലാതെ സുധിയെ മാത്രം നോക്കി സുധിയുടെ കാര്യങ്ങൾ നോക്കി ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ, കുഞ്ഞിനെ നോക്കിയോളാം എന്ന് ഇവിടെ പറഞ്ഞിട്ടല്ലേ. നിങ്ങൾ വലിയ ഇതായിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, രേണുവിനെ കൊച്ചിനെ നോക്കേണ്ട കാര്യം എന്നാന്ന് ചോദിക്കുന്നുണ്ട്. നാണമല്ലേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാനായിട്ട്? ഒരാൾ നല്ല കട്ടിയൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ശ്രീതു എന്നിട്ട് പറയുന്നത് കേട്ട് രാവിലെ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ പറയുന്നത് ശ്രീതു അതിനകത്ത് വോയിസ് ആയിട്ടേക്കുന്നത് ഞാൻ അതും കേട്ടു. അങ്ങനെയൊന്നും പറയാൻ ഞാനില്ല. പക്ഷെങ്കിൽ ഒരു അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ നോക്കുന്നതിൻ്റെയാണ് പറയുന്നത്. നോക്കണം, നമുക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നോക്കിയിരിക്കും. നമുക്ക് മനസാക്ഷി വേണം. അമ്മയില്ലാത്തൊരു കുഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ അപ്പനും കൂടെ മരിച്ചു പോയി കഴിയുമ്പം അപ്പനും അമ്മയില്ലാത്തൊരു കുഞ്ഞെന്ന് വരുമ്പോഴത്തേക്ക് അതിനോടൊരു പ്രത്യേക സ്നേഹമായിരിക്കും തോന്നുന്നത്. കാര്യം അതിന് ആരും ഇല്ല ലോകത്ത്. അത് ചിലപ്പോൾ ഒരു കുർത്തിക്കെട്ട് കാണിക്കുന്ന കൊച്ചാണേ പോലും നമ്മൾ ആ ഒരു പരിഗണന അതിന് ചിലപ്പോൾ കൊടുക്കും. നിങ്ങളാരും അങ്ങനെ ചെയ്യലായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങളൊക്കെ അതൊക്കെ ഒരു നിസ്സാരമായിട്ട് കാണുന്നത്. അതൊക്കെ അങ്ങനെ മനസാക്ഷിയോടുകൂടി കാണുന്നവരാണ് ഈ നെഗറ്റീവ് ഇവരിങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്ക് തിരിച്ച് ഇവർക്കെതിരെ കമൻറ്റുകൾ ഇടുന്നത്. അപ്പോൾ അത് നെഗറ്റീവ് ആകും. വെളുപ്പിക്കുന്നത് പറയുന്നത് ഉള്ള കാര്യം ജെന്യൂനായിട്ട് ഒരാളല്ല, ഞാൻ 2-3 പേരോട് ചോദിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ ശരിക്കും നടന്ന റിയൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സുധി മരിച്ചപ്പോൾ എത്രയും രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. വാസ്തവമാണ്, ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പൈസ ഒരു രൂപ പോലും കിച്ചു ചിലവാക്കിയില്ല. ഈ ഒരു പൈസയ്ക്ക് എന്ത് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ സുധി എന്ന് പറയുന്നത് സുധിയുടെ മരിച്ചതിന് ശേഷം കിട്ടിയ ക്യാഷ് സുധിയുടെ മരിച്ച് 2ന്റെ അന്ന് 2ാമത്തെ നാളിൽ കിച്ചുവിനെ അതായത് കിച്ചുവിന് ഒരു ബൈക്ക് എടുത്തു, ആ ഫുൾ പൈസ കൊടുത്ത് കിച്ചുവിന് ഒരു ബൈക്ക് എടുത്തു കൊടുത്തു. കിച്ചുവിനെ വീഡിയോ കാണുന്നെങ്കിൽ ചേച്ചി പൈസ എന്തെങ്കിലും കിട്ടുന്നത് നിനക്ക് പബ്ലിക് വരാം, ഈ പറയുന്ന ഫുഡ് കഴിക്കാൻ പോകുന്ന സാധനം കൂടാതെ ഈ ബൈക്കിൽ നിനക്ക് അവർ ബൈക്ക് എടുത്ത് തന്നു. അപ്പോൾ ആ ക്യാഷ് ഫുൾ ചിലവായിട്ടുള്ളത് ഈ പറയുന്ന കിച്ചുവിന് തന്നെയാണ്. ഒന്നും ഈ ഒരു ട്രാൻസാക്ഷൻ നോക്കുക, ഈ ഇത്രയും ദിവസത്തെ മാത്രം ട്രാൻസാക്ഷൻ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. മുന്നേ ട്രാൻസാക്ഷൻ ഒന്നും എടുത്തില്ല. അത് എടുത്തിരുന്നില്ല. ഞാൻ ഇതിനോട് ഞാൻ നല്ല രീതിയിൽ കുറ്റം പറയുന്നു. മിസ്റ്റേക്ക് കിച്ചുവിന്റെ ഭാഗത്തിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. എന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് ഇത്രയും ക്യാഷ് കൊടുക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അവനിപ്പോൾ കോളേജിൽ പട്ടം നിൽക്കുന്നതാണ് ഞാൻ അറിയുന്നത്. എനിക്ക് അറിയാൻ സാധിച്ചത് അതായത് ഓക്കെ, കുഞ്ഞുങ്ങൾക്ക് എന്നതിന് ഇത്രയും പൈസകൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്നാന്ന് പറഞ്ഞാൽ അവർ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് ഒരിക്കലും പൈസ നമ്മൾ ആവശ്യമില്ല കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ എന്നേലും ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്നൊരു കുഞ്ഞാണെങ്കിൽ അതിന് ഓരോ കാര്യങ്ങൾക്ക് അതിന് പൈസയ്ക്ക് ആവശ്യങ്ങൾ കാണും. എന്നതെങ്കിലുമൊക്കെ അതിന് മേടിക്കാനും എടുക്കാനും ഒക്കെ കാണും. അതങ്ങനെ പഠിക്കാൻ വിടുന്നവർക്ക് മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ അറിയത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് ബൈക്ക് മേടിച്ച കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് കേട്ടോ. സുധി മരിച്ചതിൻ്റെ 2ാമത്തെ ദിവസം 2ാം നാൾ 2ാമത്തെ ദിവസം 2ാം നാളെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരാൾ മരിച്ചു അടക്ക് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം
ആ സമയത്ത് പോയി ബൈക്കാണോ അന്നേരം അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, കിച്ചുവിന് ബൈക്ക് മേടിച്ചു കൊടുത്തത്. അപ്പോൾ എന്നെ മനുഷ്യരാണ് വീട്ടിൽ. കിച്ചുവിന് എനിക്കൊന്നും അന്നേരം +2 അങ്ങോട്ട് കിച്ചു പഠിക്കുമെന്ന് തോന്നുന്നു. ആ സമയത്ത് ഒരു +2 പഠിക്കുന്ന ഒരു കൊച്ചിന് അന്നേരം ബൈക്ക് മേടിച്ച് കൊടുക്കുക എന്നുള്ളതാണോ? +2 അല്ലാന്നിരിക്കട്ടെ, ഇനി ഒരു 10-21 വയസ്സുള്ള കൊച്ചാന്നിരിക്കട്ടെ, ഒരു മരണം വീട്ടിൽ പിറ്റേ ദിവസം ചെയ്യുന്ന കാര്യം അതാണോ? ശ്രീതു ഇപ്പം വെളുപ്പിക്കുക അല്ലാന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഭയങ്കര ഒരു വെളുപ്പിക്കലായിപ്പോയി കേട്ടോ, ഭയങ്കര ഒരു വെളുപ്പിക്കലായിപ്പോയി. കാര്യം എൻ്റെ ഒരു ഡൗട്ടാണ്, നിങ്ങൾ കേൾക്കുന്നവർ മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ പറ്റുമോ? ഒരാൾ മരിച്ച അതിൻ്റെ പിറ്റേ ദിവസം പോയി ബൈക്ക് മേടിക്കാൻ പറ്റും? അതാണോ ഒരു വീട്ടിലൊരു മാനസികാവസ്ഥ? അതാണോ പിറ്റേ ദിവസം ഒരു ബൈക്ക് മേടിക്കുക എന്നുള്ളതാണോ ആ വീട്ടിലൊരു മാനസികാവസ്ഥ? തന്നെയല്ല, ഇവരത്ര വലിയ ഹൈ ആയിട്ട് ജീവിക്കുന്ന ഫാമിലിയൊന്നുമല്ല, വാടക കൊടുത്തിട്ടില്ല, അവർക്ക് വീട്ടിൽ സാധനങ്ങൾ മേടിക്കാനുള്ള പൈസയില്ല. അങ്ങനെ ഓരോരുത്തർ സഹായിച്ച പൈസയാണ് അവർ ബൈക്ക് മേടിക്കാൻ പോയത്. എന്നാ മനുഷ്യരാന്ന് ഓർത്ത് നോക്കിയാടെ, എന്നാ മനുഷ്യർ. അത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് പറയുന്നത്? രേണുവിനെ തന്നെ വേണ്ട പറയട്ടെ, ഭർത്താവ് മരിച്ചതിൻ്റെ പിറ്റേ ദിവസം വീട്ടിൽ ബൈക്ക് മേടിക്കാന്നുള്ളതാണോ പ്രധാനപ്പെട്ട ഒരു പണി ആ വീട്ടിൽ? ഒന്നെങ്കിൽ ഇവരിത് പറഞ്ഞ കള്ളത്തരമാണ്, അല്ലെങ്കിൽ ഇവർ ഭാവിട്ട് അറിയാതെ പറഞ്ഞു പോയ കിട്ടിയ പൈസ എന്നതിനെ ചിലവാക്കി എന്നുള്ളത്. പിന്നെ പുള്ളിക്കാരുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, കുറേ വെളുപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇൻ്റർവ്യൂ വന്നേക്കുന്നത്. എനിക്കൊന്ന് അവരുടെ ബാറിൻ്റെ ഇത് വെച്ച് തന്നെയാണ്, ബാറിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ വെച്ച് മഴയൊക്കെ ആയിക്കൊണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ കുറവാന്ന് പറഞ്ഞത്. ആൾക്കാർ ചിലപ്പോൾ കുറവായത് നിങ്ങളുടെ കയ്യിൽ പറഞ്ഞാണ്, നിങ്ങളവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ ആരും കൊണ്ട് വരാത്തത്. അതിൻ്റെ ഇതൊക്കെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി കുറവെന്നുള്ള രീതിക്ക് പറയാൻ വന്നിട്ട് പുള്ളിക്കാരോട് നിർത്തി. ഞാനിവിടെ ഉണ്ട് ഇത്രയും ദിവസം എന്ന് പറയുന്നുണ്ട്. നിങ്ങളവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ വലിയ ആന കാര്യമാണ് നിങ്ങളവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. മോഹൻലാലോ മമ്മൂട്ടിയൊന്നും അല്ലല്ലോ, അങ്ങനെയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ കാണാനായിട്ട് ഇടിച്ച് കയറി അങ്ങോട്ട് വരും. ഇത് അങ്ങനെയൊന്നുമല്ല. പിന്നെ ബാച്ചിലർ, നമ്മളെപ്പോലെ ബാച്ചിലേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളതിന് ബാച്ചിലേഴ്സ് എന്ന് ആര് പറഞ്ഞു? വിവാഹം കഴിക്കാത്തവരെയാണ് ബാച്ചിലേഴ്സ് എന്ന് പറയുന്നത്, അതറിയത്തില്ലായിരുന്നോ? ഇതിനകത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യവും ഇവർക്കൊരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കുന്നതും ഒക്കെ ഇവർ പറയുന്നുണ്ട്. അതുപോലെ നെഗറ്റീവിൻ്റെ കാര്യമൊക്കെ രേണു ഈ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. നെഗറ്റീവിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. രേണുവിനെ വിളിച്ചുകൊണ്ട് തെറിയിട്ടാൽ ഭയങ്കര റീച്ചാണ്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാതെ? അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് സപ്പോർട്ടിന് ആളില്ലെന്ന് ചിന്തിക്കുക. അതുകൊണ്ടാണ് ആ ഒരു തരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്രയും തെറിവിളി കേൾക്കുന്നത്. നിങ്ങളൊരു തെറി ഒരാൾ പറഞ്ഞു പറയുമ്പോൾ അത് റീച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിന് ആളില്ല, അങ്ങനെ മനസ്സിലാക്കുക. അല്ലാതെ അവർക്ക് ഭയങ്കര റീച്ച് കിട്ടുന്നതല്ല നിങ്ങളത് പറയേണ്ടത്. എനിക്കാരും സപ്പോർട്ടില്ല എന്നാണ് വേണം പറയാനായിട്ട്. ഇപ്പം എന്നെ ഒരാൾ തെറി വിളിക്കുന്നു, അത് കേട്ട് സന്തോഷിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മോശമായതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കേണ്ടത്. വിവരമൊന്നും പറയുന്നതില്ല. അത് പറ്റിയൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ നിൽക്കുന്ന ഒരു മാമൻ, അതിനേക്കാൾ നല്ലൊരു മാമനാണ്. പിന്നെ പുള്ളിക്കാരിക്ക് എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് കുറച്ച് പേരുണ്ട് എൻ്റെ ഒപ്പം നിൽക്കുന്ന കുറച്ച്, എൻ്റെ വീട്ടുകാരൊന്നും, എൻ്റെ ചേച്ചിയാണല്ലോ. പിന്നെ എനിക്കൊരു മാനേജറുണ്ട്, കരീഷ്മ. ഓളെന്ന് വെച്ചാൽ എന്ത് വിഷമം. അതുപോലെ എനിക്ക് ഒരു ബ്രദറുണ്ട്. അതുപോലെ എനിക്ക് നല്ലൊരു തിക് ഫ്രണ്ടും ഉണ്ട്. അവൻ്റെ പേര് ഞാനിപ്പോൾ എന്തായാലും പറയുന്നില്ല. നമുക്ക് എന്ത് മനസ്സിന് വിഷമം ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. കാരണം ഈ 10,000 പേര് എന്നെ പറ്റി നെഗറ്റീവ് പറഞ്ഞാൽ ഈ 4 പേര് എൻ്റെ അടുത്തൊന്ന് ഒന്ന് വെല്ലുടി അല്ലെ അവരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രസ്ട്രേഷൻ എൻ്റെ അലത്തില്ലാതാവും. അതാണ് എന്നെ ഇങ്ങനെ നിലനിർത്തുന്നൊരു ശക്തി. ഇതില് പുള്ളിക്കാരുടെ ബെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി എന്തോരം തെറി കേൾക്കുന്നുണ്ട് രേണു, ആ ശ്രീതുവും പിന്നെ ആ സജിനെ, എന്തോരം തെറിയാണ് നിങ്ങൾക്ക് വേണ്ടി. അവരുടെ പേര് നിങ്ങൾക്ക് പറയാനായിട്ട് തോന്നാത്ത ഒരു മനസ്സുണ്ട്. ഇതാണ് നന്ദികേടെന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു നന്ദികേടാണ് നിങ്ങളെ കാണിച്ചത്. അവരിപ്പോൾ എന്തോരം ചീത്ത വിളിയാണ് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ പറയുന്നത്. എന്നതല്ല ശ്രീധുവിന്, എന്നതല്ല ഇപ്പോൾ ഈ ഒരു ഇത് പറഞ്ഞതിനകത്തൊരു നിങ്ങൾ നെടുനീള എസ്സേ മാതിരിയാണ് എഴുതി കമൻറ്റ് ഇട്ടേക്കുന്നത്. അതൊക്കെ കേട്ട് നിങ്ങൾക്ക് വേണ്ടിയല്ലേ അവരിതൊക്കെ, അല്ലാതെ അവർ വീട്ടിലുള്ള ആർക്കാണ്ട് വേണ്ടിയിട്ടാണോ? രേണു എന്നെ വേണ്ടിയാണ് അവരത് കേൾക്കുന്നത്. ആ കൊച്ചുങ്ങളെ വരെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ശ്രീധുവിൻ്റെ. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അവരൊക്കെ കേൾക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ഓർത്തിക്കണം. എന്നിട്ട് അതുങ്ങളുടെ രണ്ടിൻ്റെയും പേര് പറയുന്നത് വളരെ മോശമായി കേട്ടോ, വളരെ മോശം. ഇതാണ് നന്ദികേടെന്ന് പറയുന്നത്. അങ്ങനെ വെളുപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂ കുറേ ഇതിനകത്തുണ്ട്. എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ ഇപ്പം തന്നെ ലെങ്ത് ഒരുപാടായി. നമ്മൾ പറഞ്ഞാലും തീരെയല്ല ഇവരുടെ കാര്യങ്ങൾ, അതുപോലെ നീണ്ടുപോകും. അപ്പോൾ ഇവർ വന്ന് ഈ വെളുപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ, ശ്രീതും സജിനെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ വെളുപ്പിക്കുമ്പം ശരിക്കും ഒന്ന് വെളുപ്പിക്കുക. കാര്യം വെളുപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് കറുത്ത പെയിൻറ്റ് കൂടെ വരുന്നുണ്ട്. അത് നിങ്ങൾ അറിയാതെ പറ്റുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ആ കറുത്ത പെയിൻറ്റ് അത്ര വരുന്ന അത്ര ശരിയല്ല കേട്ടോ, ഇച്ചിരി ഇതാണ്. കാര്യം എന്താ വെച്ചാൽ അതെടുത്ത് വെച്ച് പിന്നെ ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ കിട്ടുന്നു, അതാണ് ഒരു പ്രശ്നം. അത് പിന്നെ എടുത്ത് വെച്ച് ഞങ്ങളങ്ങ് പറയേണ്ടി വരുന്നു. അല്ലെ തന്നെ ഇവരുടെ കാര്യങ്ങളുണ്ട് ഒരു ലോഡ് പറയാനായിട്ട്. പിന്നെ നിങ്ങളുടെയും കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അങ്ങ് നീണ്ടു പോകുന്നു. എന്നാണേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.